ആ വെല്ലുവിളികൾ ഈ ഒരു 1.5-2 മണിക്കൂറിന്റെ ഉള്ളിൽ ഒതുക്കി പറയാൻ കഴിയുന്ന അത്രയും വെല്ലുവിളികളാണ് നാം നേരിടുന്നത് എന്ന് അതിസങ്കീർണമായ ഉത്തരമില്ലാത്ത ഒത്തിരി വെല്ലുവിളികളുടെ ഇടയിലൂടെയാണ് ആധുനിക സമൂഹം നടന്നു പോകുന്നത്. ആന്തരികമായി ബാഹ്യമായി ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത എല്ലാവരെയും ഇനി എങ്ങോട്ടാണ് ഇത് കലികാല യുഗത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് ആശങ്കകളും ആപത്സൂചനകളും നൽകുന്ന ഒരു സമകാലീന ജീവനതകളിലൂടെ നമ്മുടെ സമൂഹം മുഴുവനും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലൂടെ ഞാൻ എന്റെ വിഷയം ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ പങ്കുവെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ. ആരെ സഹായിക്കാനില്ലാതെ ഒരാളും തോളോട് തോൾ ചേർന്ന് താങ്ങാൻ പോലും കഴിയാതെ ആരാരുമില്ലാതെ ഏകമായിട്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം ഈ ഭൂമുഖത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റാഇന്റെ നാദമായി മക്ക മണലാരണ്യത്തിലേക്ക് പ്രബോധനത്തിന്റെ ദൗത്യമേറ്റ് കടന്നു വരുമ്പോ ഒരാൾ പോലും ഒരു ഭാഗത്ത് പോലും സഹായിക്കാനില്ലാതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ശബ്ദം കൈമാറിയപ്പോ ശാപവാക്കുകളുമായി എതിരിട്ട എതിരാളികളുടെ നടുവിലൂടെ പ്രതിരോധത്തിനെയും പരീക്ഷണത്തിനെയും കനൽപഥങ്ങളെ താണ്ടിക്കടന്നിട്ട് ആരുമില്ലാതെ സഹായിക്കാൻ ആരുമില്ലാതെ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താലാണ് വിശുദ്ധമായ ഇസ്ലാം ഈ ലോകത്തിലേക്ക് ആവിർഭവിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ആരാരുമില്ലാതെ അബൂ ഖുബൈസിന്റെ മുകൾ ഭാഗത്ത് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ഏകനായ അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം എന്ന ഏകത്വത്തിന്റെ മന്ത്രവുമായി കടന്നു വന്ന പ്രവാചകനെ അപഹാസത്തിന്റെയും പരിഹാസത്തിന്റെയും കൂരമ്പുകളുമായി നേരിട്ട് അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനെ ശാരീരികമായി പോയും ഇല്ലായ്മ ചെയ്യുവാൻ എതിരാളികൾ മുഴുവനും കച്ചമറിക്ക് മുമ്പോട്ട് വരുമ്പോ നാടിന്റെ നാനാഭാഗത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന് വിശാലത നൽകി. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, വിശുദ്ധമായ അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ പ്രകാശത്തെ ജ്വലിപ്പിക്കുവാൻ വേണ്ടി ഹൃദയത്തിന് വിശാലത നൽകിയ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അബൂ ഖുബൈസ് പർവ്വത നിരകളിൽ നിന്ന് ആവിർഭവിച്ച പരിശുദ്ധമായ ഇസ്ലാം ജിബ്രായിൽ കടന്ന് സൂയസ് കനാലും കടന്ന് മെഡിറ്ററേനിയൻ കടലും നടന്ന് അറബിക്കടലിൽ നിന്ന് അരമാലകളുടെ ആരവങ്ങളും കടന്ന് ഈ കേരള രാജ്യത്തിലേക്ക് പോലും എത്തി മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു അന്തിവിശ്രമം കൊള്ളുന്ന ഈ കാസർഗോഡ് തലങ്കരയുടെ മണ്ണിലൂടെ ജൈത്രയാത്ര നടത്തി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായി ഒറ്റയ്ക്ക് കൊണ്ടുവന്ന വിശുദ്ധമായ ഇസ്ലാം നാടിന്റെ നാനാഭാഗത്തേക്ക് പ്രചരിപ്പിക്കപ്പെടുകയും അല്ലാഹുവിന്റെ ഇസ്ലാമിനെ ലോക ജനത മുഴുവനും ഏറ്റെടുക്കുകയും ആ ഇസ്ലാം കാണിച്ചു തന്ന വെളിച്ചത്തിലൂടെ ലോകത്തിന്റെ നാനാ മതങ്ങളിൽപ്പെട്ട ജാതികൾപ്പെട്ട ആളുകൾ ഇസ്ലാമിലേക്ക് ആകട്ടരായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം ലോകം മുഴുവനും ഒരു വടവൃക്ഷം കണക്ക് പടർന്നു പന്തലിക്കുകയും ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുക, ഇങ്ങനെ ഏകമായി തുടങ്ങി അവസാന ലോകത്തിന്റെ മുഴുവനും മാറാപ്പുകളിലൂടെ പടർന്നു പന്തലിച്ച അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം അവസാന കാലഘട്ടമാകുമ്പോ ലോകാവസാനത്തിന് അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്ങനെയാണോ ഇസ്ലാം ആരംഭിച്ചത് അതേപോലെ സഹായിക്കാൻ ഒരാളില്ലാതെ, ഏറ്റുവെക്കാൻ ഒരാളില്ലാതെ, ഒരാൾക്ക് പോലും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയായി ആരും പരിഗണിക്കാത്തൊരവസ്ഥയിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ ആരും പരിഗണിക്കാനില്ലാതെ ഏകമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനോട് അരോചകത്വം കാണിക്കുന്ന ഒരു കാലഘട്ടം ഇതിന്റെ ആവിർഭാവ കാലം എത്തുമ്പോൾ ആരുമില്ലാതെ എല്ലാവരാലും ആക്രമിക്കപ്പെടുന്ന, എല്ലാവരാലും പരിഹസിക്കപ്പെടുന്ന, എല്ലാവരാലും അവമതിക്കപ്പെടുന്ന, എല്ലാവരാലും അപവാദിക്കപ്പെടുന്ന, എല്ലാവരാലും ചവിട്ടിമതിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം മാറുമ്പോ ആ ഒരവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണേ അനുയായികളെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇന്ന് നാം നാടിന്റെ നാനാഭാഗത്തേക്ക് പോകുമ്പോൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇസ്ലാം അനുഭവിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് പറയാൻ എന്റെ ഈ പരിമിതമായ സമയം തികയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഇസ്ലാമുമായി കടന്നു വന്നത് ഏകനായിട്ടാണ്.
അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകാവസാനം അടുക്കുമ്പോ എല്ലാവരും അകത്തോട്ട് കയറി സഹകരിക്കണം. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഒന്നിനും മാറ്റി നിൽക്കാതെ എന്റെ വിഷയം പരമാവധി പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വിശാലമായൊരു വിഷയം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്ങനെയാണോ ഇതിന്റെ ആവിർഭാവം, എങ്ങനെയാണോ ഇതിന്റെ സമാരംഭം, ആ ഒരു ഭാഗത്തേക്ക് ഇസ്ലാം തിരിച്ചു പോവുകയും ഇസ്ലാമിന്റെ വളർച്ചയിൽ അസൂയ പോകുന്ന ഇസ്ലാമിന്റെ വളർച്ച മുരടിച്ചില്ല. നാം വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വളർച്ച മുരടിച്ചു എന്നല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം തടഞ്ഞു എന്നല്ല. ഇസ്ലാമിന്റെ വളർച്ച അനിശ്ചിതമായ ഒരു പ്രവാഹം പോലെ നടന്നു പോകുമ്പോ വിശുദ്ധമായ ഇസ്ലാമിന്റെ മുന്നേറ്റത്തിൽ അസൂയ കൊണ്ട എതിരാളികൾ അപവാദങ്ങളുടെ കൂരമ്പകളുമായി പരിഹാസത്തിന്റെ ശരങ്ങളുമായി ഇസ്ലാമിക സമൂഹത്തെ നേരിടുകയും പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെ വ്യതിചലിപ്പിക്കുവാനുള്ള പരിപാടികളുമായി പദ്ധതികളുമായി എതിർപ്പിന്റെ കൂരമ്പുകളുടെ നടുവിലൂടെയാണ് ഇസ്ലാം അവസാന കാലഘട്ടങ്ങളിൽ മുന്നേറ്റം നടത്തേണ്ടത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ നാടിന്റെ നാനാഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോ ഇസ്ലാമിന്റെ വേഷങ്ങളെ അപഹസിക്കുന്ന, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്ന, മുസ്ലിമായ താടിയുണ്ടെങ്കിൽ തലപ്പാവുണ്ടെങ്കിൽ ഭീകരവാദി എന്ന് പറയുന്ന അപരനാമം ചാർത്തപ്പെടുന്ന എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും നിന്ന് നിന്നാൽ പോലും മറ്റുള്ളവരുടെ തുറിച്ചുനോട്ടത്തിന് ഇരയാകേണ്ടി വരുന്ന ആ നോട്ടത്തിലൂടെ തങ്ങളുടെ മനസ്സിലേക്ക് അപകർഷതാബോധത്തിന്റെ വിത്തുകൾ പാകേണ്ടി വരുന്ന നാടിന്റെ നാനാഭാഗത്തും ഇസ്ലാമാണോ മുസ്ലിമാണോ ആ ഒരവസ്ഥയിലേക്ക് ബോംബെ നഗരത്തിൽ പോലും, ബോംബെ പോലെയുള്ള ഡൽഹി നഗരത്തിൽ പോലും ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ എനിക്കൊരു വീട് പോലും ആളുകളെ തിരഞ്ഞില്ല എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ സ്വാധീനം ചെലുത്തിയ ഷബാന ആസ്മിയെ പോലെയുള്ള പേരുകൊണ്ട് മുസ്ലിമീങ്ങളായ ആളുകൾ പോലും മുസ്ലിം പേരായതുകൊണ്ട് ബോംബെ നഗരത്തിൽ ഒരു വീട് പോലും ഞങ്ങൾക്ക് വാടകയ്ക്ക് പോലും കിട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥയിൽ ഇസ്ലാമിക ലോകത്തെ അന്യവൽക്കരിക്കുന്ന, ഇസ്ലാമിക സമൂഹത്തെ ഏതൊരു ഭീതിയുടെ മുൾമുനയിലേക്ക് ലോകത്തേക്ക് നടത്തിക്കൊണ്ടുപോകുന്ന വലിയൊരു സാഹചര്യത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവകാശങ്ങൾ അപഹരിക്കപ്പെടുന്ന, അനുഗ്രഹങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇരകളുടെ സമൂഹമായി ആ ഇരകൾ വേട്ടയാടപ്പെടുന്നത് വൈറ്റ് ഹൗസിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ഡൊണാൾഡ് ട്രംപിന്റെ ആഗമനം അവസാനത്തെ വാക്കായി മാറുന്നു. മുസ്ലിമീങ്ങൾ മുഴുവനും കുടിയേറ്റക്കാരായ മുസ്ലിമീങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന ജോർജ് ബുഷ് മുതലല്ല അതിന്റെ മുമ്പിലെ തുടങ്ങി വെക്കപ്പെട്ട വർണ്ണാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും സ്വച്ഛാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും വാളുകൾ മുസ്ലിം സമൂഹത്തിന് നേരിൽ ഓങ്ങപ്പെടുമ്പോ സിറിയയിലും ചെച്ചനിയിലും ബസ്നിയിലും സൊമാലിയിലും എന്ന് വേണ്ട നാടിന്റെ നാനാഭാഗങ്ങൾ ഇസ്ലാമിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കിരാതമായ കണ്ണുനീർ കഥകൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുന്നു. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പത്രമാധ്യമങ്ങളുടെ വാർത്തകൾ നാം തിരിച്ചറിയുന്നു. എന്തിനേറെ താൻ ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലത്തോളമായി 30 വർഷമായി തന്റെ ശബ്ദം മുടങ്ങിക്കേട്ട ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെത്തേണ്ട ഒരു പ്രതിനിധിയായിരുന്ന ജനാബി അഹമ്മദ് സാഹിബ് പാർലമെന്റ് മന്ദിരത്തിൽ കുരഞ്ഞു വീടുമ്പോ ആ കുരഞ്ഞു വീണ മനുഷ്യന് ചികിത്സ പോലും നിഷേധിക്കപ്പെടുന്ന മാന്യമായി അവസാനമായി താനിതേവരെ വിശ്വസിച്ചു പോകുന്ന വിശ്വാസമനുസരിച്ചിട്ടുള്ള അവസാന കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ഈ ലോകത്തു നിന്ന് വിട പറയുവാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ പരമ്പരകൾ ഈ ജനാധിപത്യ രാജ്യത്തെ പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ മുസ്ലിമായി ഇരിക്കുന്നതിന് അപകർഷതാബോധത്തിലേക്ക് നമ്മുടെ യുവാക്കൾ തള്ളിയിട്ടപ്പെട്ടാൽ അവർക്കൊരു അന്യതാബോധമുണ്ടായാൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് നാം പറയുന്നതിന് പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പങ്കുവച്ച ഒരു ആശങ്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെച്ചനിയും ബോസ്നിയയും സൊമാലിയും സിറിയയും അഫ്ഗാനും കാശ്മീരും ഗുജറാത്തും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ അസ്വസ്ഥത പടർത്തുമ്പോ ഞാൻ ഓർക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിനോട് പറഞ്ഞത്ര സഹാബ, നമ്മളെല്ലാവർക്കും ചിരപരിചിതമായ പല പ്രഭാഷകർ നമ്മളോട് പങ്കുവച്ച ഒരു ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ ഒരു കാലഘട്ടം എത്തുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ വിശന്ന് വരഞ്ഞു നിൽക്കുന്ന ചെന്നായ്ക്കളെ ആട്ടിൻകുട്ടികളെ കാണുമ്പോ അല്ലെങ്കിൽ വിശന്ന് വരഞ്ഞിരിക്കുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് ആവാസമർഭം ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന വിശന്ന് വരഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് രുചികരമായ ഭക്ഷണ വസ്തുക്കളുള്ള ഒരു ഭക്ഷണ
വെച്ചാൽ വിശന്നിരിക്കുന്ന സമൂഹം ആ ഭക്ഷണത്തലകയിലേക്ക് എത്ര ആർത്തിയോടെ കടന്നു വീഴുമോ അതേ ആർത്തിയോടെയും അത്യാർത്തിയോടെയും മുസ്ലിം സമൂഹത്തിന് എതിരാളികളും നഖങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് കടന്നു കയറിയവരെ പിടിച്ചു ചുരുങ്ങുന്ന ഒരു കാലഘട്ടം ഒരു സഹാബ അള്ളാന്റെ റസൂലിന്റെ ഉപമയ പ്രകൃത്യമാ വിശന്ന് പറഞ്ഞിരിക്കുന്ന മുമ്പിലേക്ക് ഭക്ഷണത്തിലേക്ക് എത്തിയാൽ എല്ലാവരും ചാടി വീണ് പെറുക്കിയെടുത്തവരെ വിശപ്പെടുക്കുന്നത് പോലെ അവരവർക്ക് ആവശ്യമുള്ള അജണ്ടകളുടെ ഭൂതീകരണമായി വിശക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിലേക്ക് ഹാജരാക്കപ്പെട്ടതുപോലെ മുസ്ലിം സമൂഹത്തിന് എതിരാളികളെ ചാടി വീണവരെ നാനാഭാഗത്തോട്ട് വലിച്ചു കീറിയിട്ട് അവരവരുടെ ആവശ്യങ്ങൾ എതിർക്കുന്ന ഒരു കാലഘട്ടം വരും സഹാബ എന്നല്ലാഹുവിന്റെ റസൂല് പറയേ ഇറാഖിന്റെയും സോമാലിയുടെയും പശ്ചിമ രാഷ്ട്രങ്ങളുടെയും ഏഷ്യൻ രാഷ്ട്രങ്ങളുടെയും വിരാടമായ അടിച്ചമർത്തലിന്റെ കഥകളും വേദനകളും നമ്മുടെ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമ്പോ ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു നബിയേ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകരെ ആ സമയത്തൊക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ ആ സമയത്ത് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നു എതിരാളികൾക്ക് അടിച്ചമർത്തപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങളെന്ന അങ്കുലി പരിമിതമായ എണ്ണത്തിലെ കുറവുള്ള ന്യൂനപക്ഷമായിരിക്കുമോ തിരുദൂതരെ എന്റെ പ്രവാചകന്റെ ആൾബലം കുറവായത് കൊണ്ടാണ് ആ രീതിയിൽ ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന് പ്രവാചകരോട് ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അല്ല സഹാബാ വലാകിന്നകും ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കുന്നു ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുടെ രണ്ടാമത് നിങ്ങളാണ് ന്യൂനപക്ഷങ്ങളല്ല അന്ന് നിങ്ങൾ ശക്തി കുറഞ്ഞവരല്ല ആയുധ ബലത്തിനും സമ്പത്തിന്റെ ബലത്തിനും നിങ്ങളെന്ന് രണ്ടാം ശക്തിയായി ലോകത്തിന് നെറുകയിൽ വാടുന്ന സമയത്ത് ആ സമയത്താണ് ഇത് സംഭവിക്കുമെന്ന് പറയുമ്പോ ഇതാൾ ബലത്തിന്റെ കുറവല്ല ആദർശത്തിന്റെ കുറവാണെന്ന് മുത്തു റസൂൽ ലോകത്തോട് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബാ അന്ന് നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കില്ല അന്ന് നിങ്ങൾ ഭൂരിപക്ഷമായിരിക്കും സഹാബ സിറിയയിൽ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാ അഫ്ഗാനിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാ ഇറാഖിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാ ചെച്ചനിയിലെ ഭൂരിപക്ഷം മുസ്ലിമീങ്ങളാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തുള്ള പീഡനത്തിന്റെയും താടനത്തിന്റെയും പർവ്വതങ്ങളുടെ കഥ കേൾക്കുന്ന ഓരോ രാജ്യങ്ങളിലും ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ തന്നെയാ അവിടെ മുസ്ലിമീങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ ജനസംഖ്യാനുപാതികമായിട്ട് അവര് പുറകിലല്ല പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ പുറകിലല്ല എങ്കിലും ആൾബലത്തിന് നിങ്ങൾ കൂടുതലാണെങ്കിലും മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ നിങ്ങളെന്ന് ദുർബലരായി മാറുന്നു എന്റെ പ്രിയപ്പെട്ട സഹാബ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാന കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പരാജയത്തിന്റെ കാരണം പറയവേ ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറയാ അന്ന് നിങ്ങളെ മലവെള്ളപ്പാച്ചിൽ ഒടിഞ്ഞു വരുന്ന വെറും ചണ്ടികളെ പോലെ ഒന്നിനും കൊള്ളാത്ത ചണ്ടികളായി മാറും നിങ്ങൾക്ക് ശരീരമുണ്ടാവാം നിങ്ങൾക്ക് ആയുധമുണ്ടാകാം നിങ്ങൾക്ക് ആൽബലമുണ്ടാവാം നിങ്ങൾക്ക് സാമ്പത്തിക പിന്തുണയുണ്ടാവാം എന്നാൽ ഒന്നിനും കൊള്ളാത്ത വൈക്കോ ചണ്ടികളെ പോലെ ഒന്നിനും കൊള്ളാത്ത കുറെ ആളുകളായി ഉണ്ടാവുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബദറിന്റെയും ഉഹദിന്റെയും ഹുറൈനിന്റെയും ഖൈബറിന്റെയും ഖന്തഖിന്റെയും രണാങ്കണങ്ങള് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സർവ്വ സമർപ്പിച്ച സഹാബത്തിനെ പോലെ ഒരാളുമെന്നും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാവുകയില്ല മഹാനായ അല്ലാഹു കാലത്തോട് ചോദിച്ചതുപോലെ കാലമേ മഹാനായ ഇമാമുനായ യാഫീർ റളിയല്ലാഹു തആല പറയാ ഈ കഥകളും ഈ കവിതകളും മനസ്സിലും ഉറപ്പിച്ചു നിർത്തുന്ന ചെറുപ്പക്കാരാ ഇമാമുനായ യാഫീർ റളിയല്ലാഹു തആല പറയാ ഞാൻ കാലത്തോട് ചോദിച്ചു പോയി കാലമേ സഅൽതു സമാനി ലിമാറാക്കി അഖീമ കാലമേ നിന്റെ പ്രസവത്തിന് എന്ത് വെച്ചുപോയി കാലമേ നീ പ്രജനനശേഷി നഷ്ടപ്പെട്ട വന്തയെ പോലെ ആയിപ്പോയോ കുന്തി വരൂതീ
പണ്ട് കാലത്തൊക്കെ എത്രയെത്ര ധീരന്മാരായ മക്കളെ പ്രസവിച്ച പെണ്ണായിരുന്നു നീ. കാലത്തോട് ഞാൻ ചോദിച്ചു പോയി, കാലമേ, മുൻകാലഘട്ടങ്ങളിൽ എത്രയോ ധീരപുരുഷന്മാരെ നീ നിന്റെ ഗർഭാശയത്തിൽ പ്രസവമെടുത്തതാ. നിന്റെ ഗർഭാശയത്തിലല്ലയോ ഉമർ പിറന്നത്? കാലത്തിന്റെ ഗർഭാശയത്തിലല്ലയോ സയ്യിദ് പിറന്നത്? കാലത്തിന്റെ ഗർഭാശയത്തിലല്ലോ മണിയറ പന്തലിൽ നിന്ന് മരണത്തിന്റെ കിടക്കയിലോട്ട് പാഞ്ഞു പോയ ഹംദല പിറന്നത്? ആ കാലത്തിന്റെ ിലല്ലോ ഖൈബറിന്റെ കോട്ടകളെ റോമാസാമ്രാജ്യത്തെ തകിടം മറിച്ച അലിയുൽ മുർത്തള പിറന്നത്? ആ കാലത്തിന്റെ ഗർഭാശയത്തിലല്ലോ ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനം നടത്തിയ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പിറന്നത്? കാലമേ, കാലമേ, നിന്റെ ഗർഭാശയത്തിലല്ലോ ഇമാമുദ്ദീൻ സഞ്ജി പിറന്നത്? നൂറുദ്ദീൻ സഞ്ജിക്ക് ജന്മമെടുത്തത്? എന്റെ കാലമേ, ഇവരൊക്കെ എവിടെ പോയി? ഇനി ഒരു സലാഹുദ്ദീൻ അയ്യൂബി വരുമോ? ഇനി ഒരു ഇമാമുദ്ദീൻ സഞ്ജി വരുമോ? കാലമേ, നിന്റെ ഗർഭാശയത്തിലല്ലോ ഈ വീരന്മാരെ മുഴുവനും നീ പിറന്നു പോയത്? കാലമേ, നിന്റെ ഗർഭാശയത്തിലല്ലോ ശംസുൽ ഉലമ പിറന്നത്? കാലമേ, നിന്റെ ഗർഭാശയത്തിലല്ലോ ഞങ്ങളുടെ ശിരസിന്റെ പുറകിൽ വെച്ചിരിക്കുന്ന ബാനർ നറുനിലാവിനെ തോൽപ്പിക്കുന്ന പുന്തിരിയോടെ മരിച്ചിട്ട് മണ്ണിന്റെ മലന്ന് കിടന്നിട്ടും മാനവ മനസ്സുകളിൽ മാറാതെ മറയാതെ മണ്ണിലാവ് പോലെ പുഞ്ചിരി പുകന്ന ബഹുമാനപ്പെട്ട പാണക്കാട് പൂമുത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്? കാലമേ, നിനക്ക് എന്ത് വെച്ചു പോയി? ഇപ്പൊ നല്ല നല്ല ആളുകളെയൊക്കെ നീ പിറക്കാത്തതെന്താ എന്ന് ഞാൻ കാലത്തോട് ചോദിച്ചപ്പോ ആ കാലം എന്നോട് മറുപടി പറയുകയാ. കാലത്തിൽ കാലമെന്നോട് പറഞ്ഞു. കാലത്ത് കാലമെന്നോട് മറുപടി പറഞ്ഞു. കാലം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വയസ്സായി പോയി. എന്റെ ഗർഭാശയം, എന്റെ ഗർഭപാത്രം ദുർബലമായി. ചെറുപ്പക്കാരെ, നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം. കാലം പറയാ എന്റെ ഗർഭപാത്രത്തിന് ദുർബലമായി. എന്റെ കാലത്തിന്റെ ഓരോ കുത്തൊടിക്കൽ എന്റെ ജീവിതത്തിന് വാർദ്ധക്യമായി. കാലത്തിൽ ഞാനിപ്പം രോഗിയായി പോയി. എനിക്കിന്ന് രോഗം ബാധിച്ചു കഴിഞ്ഞു. എന്റെ ഗർഭാശയത്ത് ഇപ്പൊ നല്ല നല്ല മക്കളെ പിറക്കാറില്ല. വലം യബ്ക ഫിൽ ഔലാദി ഇല്ലാ ഹുസാറത്തുൻ വഫാറകനി മൻ കാന ഖബലു കരീമാ. വലം യബ്ക ഫിൽ ഔലാദി ഇല്ലാ ഹുസാറത്തുൻ. എന്റെ മക്കളിൽ ഇപ്പൊ കുറെ ചണ്ടികളല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല. എന്റെ നല്ല നല്ല മക്കള് കാലത്തോട് വിട പറഞ്ഞു പോയി. സയ്യിദ് പോയി, അബൂബക്കർ പോയി, ഉമർ പോയി, ഹംദല പോയി, റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അവരെ പോലെ തത്തുല്യമായ വ്യക്തിത്വങ്ങളില്ല. കേരളം കണ്ട മഹാനായ രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹം ഒരിക്കലും പണ്ട് ചന്ദ്രികയിൽ എഴുതിയ ഒരു ലേഖനം എനിക്ക് ഓർമ്മ വരികയാ. ആ ലേഖനത്തിന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല എന്ന് ഹെഡിങ് എഴുതിയിട്ട് CH ഒരിക്കൽ ലേഖനം എഴുതിയിട്ടുണ്ട് ചന്ദ്രികയെ. അതിൽ അദ്ദേഹം എഴുതിയതെന്നറിയോ? ഇന്ന് സമുദായത്തിന് നേതൃത്വം നൽകാൻ തലപ്പത്തിരിക്കാൻ ആളുകളില്ല. നമുക്ക് അബൂബക്കറുണ്ട്, പക്ഷേ അബൂബക്കർ സിദ്ദീഖില്ല. നമ്മുടെ ഇടയിൽ ഉമറുണ്ട്, പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബില്ല. നമ്മുടെ ഇടയിൽ ഉസ്മാനുണ്ട്, പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാനില്ല. നമ്മുടെ ഇടയിൽ ധാരാളം അലിയുമാരുണ്ട്, പക്ഷേ അലിയുൽ ഹൈദറില്ല എന്ന CHന്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, എന്റെ കാലഘട്ടത്തിന്റെ ഗർഭപാത്രത്തിന്റെ കുറെ ചണ്ടികളെല്ലാം മറ്റൊന്നും അറിയിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് നഗരത്തിലൂടെ യാത്ര ചെയ്താൽ ഒരു മഹാനായ മനുഷ്യന്റെ മക്ക് പറയുണ്ടവിടെ. മഹാനായ സയ്യിദ് അലാഉദ്ദീനുൽ ഹിംസി റളിയല്ലാഹു തആല അൻഹു. ആരാ മഹാനവർ എന്നറിയോ? പൊന്നാനി മുതൽ കോഴിക്കോട് വരെയുള്ള യാത്ര ചെയ്തപ്പോ, പൊന്നാനി മുതൽ കോഴിക്കോട് വരെ യാത്ര അവസാനിച്ചപ്പോ ആ യാത്രയുടെ ഇടയിൽ 200-ലധികം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാന്മാരുടെ ഖബറിടങ്ങൾ
കേരളത്തിന്റെ മണ്ണിൽ സുപരിചിതമാണ്. പക്ഷേ അള്ളാന്റെ റസൂല് പറയാ, ലോകത്തിന് മേൽ എതിരാളികളുടെ കടന്നുകയറ്റം വരുമ്പോ എല്ലാം മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ അവതരിപ്പിക്കപ്പെടുന്ന കുറെ ആളുകൾ. അവർക്ക് ഇസ്ലാമിനോട് കൂറില്ല, അവർക്ക് ഇസ്ലാം ഒരു വിഷയമല്ല, അവർക്ക് നരകത്തെ പേടിയില്ല, അവർക്ക് സ്വർഗത്തിനോട് ആശയില്ല, അവർക്ക് പരലോകത്തിന്റെ ഹിസാബിനെ പേടിയില്ല. കല്യാണ വീടുകളിൽ ആവാസം നടത്തുന്ന ആദർശത്തിന്റെ പാപ്പരത്വമെന്ന് പറയിപ്പിക്കുന്ന രീതിയെ അല്ലാഹുവിന്റെ ഇസ്ലാമിനെ വികൃതമാക്കുന്ന കുറെ ചെറുപ്പക്കാരല്ലാതെ കാസർഗോഡ് ചെറുപ്പക്കാരാ അലിയിന് പകരം നിൽക്കാൻ മഹാനായ ശൈഖ് സുൽത്താനുൽ ആരിഫ് അൽ ഗൗസ് സമദാനി വൽ കുതുബ് റബ്ബാനി ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പോലെ ഈ ഫെബ്രുവരി മാസം ഏപ്രിൽ മാസം കാസർഗോഡ് ജില്ലയിലെ എല്ലാ മക്കാമുകളിലും ഉറൂസ് നടക്കുന്ന ഒരു സമയമാണ്. കാസർഗോഡ് നിന്ന് ഡേറ്റിന് വേണ്ടി ആളുകൾ വീടിൽ മുഴുവൻ ക്യൂ നിൽക്കുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാ. ഏതാണ്ട് എല്ലാ മക്കാമുകളും അടക്കപ്പെട്ട മഹാന്മാരുടെ ഉറൂസ് നടത്തപ്പെടുന്നത് ആ സമയത്താണ്. എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, പലപ്പോഴും വല്ലപ്പോഴും ഒക്കെ വരുമ്പോ പലപ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ നടത്താറുണ്ട്. മഹാന്മാരുടെ ഉറൂസ് നടത്താൻ നമ്മുടെ ചെറുപ്പക്കാർ മുമ്പിലുണ്ട്. ഓരോ മഹല്ലുകളിലും ഉറൂസുകൾ വളരെ ഭംഗിയായി നടത്താൻ നമ്മുടെ ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞാൽ കല്യാണത്തിന്റെ വീടുകളിലെ പേക്കൂത്തുകൾ നടത്തുന്ന കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു. അവിടെ ചെറുപ്പക്കാരനായ മണവാളനെ ആനയിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരിട്ടിരിക്കുന്ന വസ്ത്രം ജയിൽവാസികളുടെ വസ്ത്രമാണ്. ജയിലിൽ കിടക്കുന്ന ജയിൽവാസികൾ ഏത് വസ്ത്രമിടുന്നു അതേ വസ്ത്രം ധരിച്ചിട്ട് ജയിലിന്റെ നമ്പരും അവരുടെ ടീഷർട്ടിന്റെ മുകളിലെഴുതി പുതിയ നിക്കാഹിലേക്ക് കൊണ്ടുപോവുകയാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയാനുള്ള കാരണമേതാ? പരമാവധി ഇതൊക്കെ തുടങ്ങുന്നത് ഏതാണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന്. നബിദിനത്തിന്റെ റാലി നടത്തിയാൽ നിങ്ങൾക്ക് ഇതിനൊരു പുതുമയുണ്ട്. കല്യാണത്തിന് ഏതൊക്കെ പകർപ്പുകളുണ്ടോ അതൊക്കെ ആവിർഭവിക്കാറുണ്ട്. പൊന്നുമോനെ, അള്ളാനെ പേടിയില്ലേ? പരലോകത്ത് നിൽക്കണമെന്ന ഓർമ്മയില്ലേ? നിക്കാഹ് നടക്കുന്ന സദസ്സുകളിൽ സയ്യിദന്മാരിരുന്നാല് പ്രശ്നമല്ല, ഖാദിയാരിരുന്നാല് പ്രശ്നമല്ല, ഖത്തീബുമാരിരുന്നാല് പ്രശ്നമല്ല, മഹല്ല് കമ്മിറ്റിക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇമാമിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ പരിഹാസത്തിന്റെ വാക്കുകൾ ചൊരിഞ്ഞു കല്യാണ വീട്ടിൽ പ്രതിഫലം കാണിക്കുമ്പോ പൊന്നുമോനെ പുതിയ ആപ്പിളെ കൊണ്ടുപോവുകയാ. ജയിൽവാസിയുടെ വസ്ത്രമാണ് നിൽക്കുന്നത്. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഈ പുതിയ ആപ്പിള പോകുന്നത് സിനിമാ കൊട്ടയിലല്ല, അവൻ പോകുന്നത് ഗാനമേളയുടെ സദസ്സിലേക്കല്ല. ലോകത്തിന്റെ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്റെ സുന്നത്താണ്. ആദ്യത്തെ നിക്കാഹ് നടത്തിയത് അല്ലാഹു സ്വർഗത്തിൽ വെച്ച ആദം നബിയുടെയും ഹവ്വാവിയുടെയും നിക്കാഹ് സ്വർഗമെന്ന പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് നടന്ന അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത നിക്കാഹ് ചെയ്താൽ അവൻ ദീനിന്റെ 2/3 പൂർത്തീകരിച്ചവരാ. ദീനിന്റെ 2/3 പൂർത്തീകരിക്കാൻ പുതിയ ആപ്പിള പോകുമ്പോ ആഭാസത്തിന്റെയും അനാവശ്യത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ആരവങ്ങൾ ഉറക്കുന്ന ചെറുപ്പക്കാരാ, പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളയും റോഡിലെ കാളവണ്ടിയിലൂടെ നടത്തുന്ന, അവരെ കല്യാണത്തിന് പോകുന്ന വാഹനത്തിൽ നിന്നിറക്കിയിട്ട് ഒരു സ്കൂട്ടറിന്റെ മുകളില് ചായം കെട്ടി കൊടികെട്ടി നടത്തുന്ന, ഞാനൊന്ന് ചോദിക്കട്ടെ മുസ്ലിമേ, ഇതൊന്നും നിനക്കൊരു പ്രശ്നമല്ലല്ലോ? സിറിയയിൽ നിന്റെ സഹോദരങ്ങൾ ബോംബിട്ട് പൊട്ടിക്കയാ, അഫ്ഗാനിൽ നിങ്ങളുടെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യപ്പെടുകയാ, അങ്ങനെ ചെഞ്ചിരിയിൽ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിക്കാൻ പാടുപെടുകയാ. എടാ പൊന്നുമോനെ, നിന്റെ സഹോദരങ്ങളെ ബർമയിലെ ബുദ്ധമതക്കാര് കെട്ടിയുണ്ടാക്കിയ വിറക് കെട്ടിന്റെ മുകളിലേക്ക് മരത്തിക്കടത്തിയിട്ട് താഴെ നിന്ന് തീ കൊളുത്തുമ്പോ വിറക് കഷണങ്ങളിലേക്ക് തീയാളിക്കും
പാവപ്പെട്ട റോഹിംഗ്യയിലെ മുസ്ലിമീങ്ങളുടെ ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലാവുമ്പോ ആ പാവപ്പെട്ടവരുടെ കത്തിക്കരിഞ്ഞു പോയ മാംസത്തിന്റെ രൂക്ഷഗന്ധം നിന്റെ നാസാരന്ധങ്ങൾ അടിക്കുമ്പോ ഇസ്ലാമിക സമൂഹം നാടിന്റെ നാനാഭാഗത്ത് ആക്രമിക്കപ്പെടുമ്പോ ഇവിടെ നീ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് ഗൾഫിൽ നിന്ന് കുറെ $10 ഉച്ചിട്ടം നിന്റെ ജീവിതത്തിൽ വന്ന് വേണപ്പോ എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല. അങ്ങനെ പേടിയുള്ള ആളുമല്ല. നിങ്ങൾക്കൊക്കെ അഹങ്കാരം മൂക്കാനുള്ള കാരണം നാളെ എന്നെ വാതിൽ വിളിച്ചില്ലേ, വല്ലാഹി എനിക്കതിന് പ്രശ്നമില്ല. കുറെ ഗൾഫിന്റെ വരുമാനം വന്നപ്പോ അതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ ദീനിനെ വികലമാക്കാൻ ശ്രമിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ നീയൊക്കെ അങ്ങനെ ചെയ്തില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. മലവെള്ളപ്പാറ്റിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ നികുത്തരാണ് നിങ്ങൾ അത്രത്തോളം ദുർബലരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കാർക്കും അത് പ്രശ്നമല്ല. ഇസ്ലാമിന്റെ ആദർശങ്ങളെ വലിച്ചെറിയുന്ന ഇന്ന് പത്രത്തിൽ കണ്ടത് കണ്ണൂർ ഭാഗത്ത് നിന്ന് കുറെ വിദ്യാർത്ഥികളെ പോലീസ് പിടിച്ചു അത്രേ. അവിടുത്തെ എല്ലാ ബീച്ചുകളിലും പർദ്ദയിട്ട കുറെ കുട്ടികളെ കാണാം. ഇതിനു മുമ്പ് നേരത്തെ ഇത് ആലപ്പുഴയിലും ഈ വാർത്ത കേട്ടിട്ടുണ്ട്. പോലീസുകാർ നോക്കുമ്പോ +1 +2 പഠിക്കുന്ന പെൺകുട്ടികൾ യൂണിഫോമിന് മുകളിൽ പർദ്ദയിട്ടുണ്ട് കാമുകന്മാരോടൊത്ത് ചുറ്റിക്കറങ്ങുകയാ. നാടിന്റെ നാനാഭാഗത്ത് അധപതനത്തിന്റെ അധമഭാവ തലങ്ങളിലേക്ക് ലോകം കടന്നു പോകുമ്പോ അറിയാതെ ഞാൻ ചോദിച്ചു പോവുകയാ, ഇവിടെയാണ് എന്ത് വെച്ചു പോയി എന്ന് ചർച്ച ചെയ്യുമ്പോ എന്താണ് സംഭവിച്ചതെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഈ സമൂഹത്തിന് എന്ത് വെച്ചു പോയി, ഇവിടുത്തെ യുവാക്കൾക്ക് എന്ത് പറ്റിപ്പോയി. ഈ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഹഫ്സ റളിയല്ലാഹു തആല അടക്കമുള്ള പൂർവസൂരികളായ പണ്ഡിത പ്രഭുക്കന്മാരുടെ മണവാട്ടിമാര് കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ട പെങ്ങളെ, ആ പാതയിലൂടെ നടക്കേണ്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലേക്ക് പോകേണ്ട പെങ്ങളെ, ആ ഒരവസ്ഥയിലേക്ക് പെണ്ണുങ്ങൾ പോകേണ്ടതിന് പകരം ഈ സഹോദരിമാർക്ക് എന്ത് പറ്റി എന്ന് നമ്മുടെ ചർവണം നടത്തുമ്പോ അവസാനം എത്തി നിൽക്കുന്നത് മുത്തു റസൂലിന്റെ ബാക്കി വാക്കുകളിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ കാലഘട്ടത്തിൽ നിങ്ങൾ മലവെള്ളപ്പാച്ചുള്ള ചണ്ടികളെ പോലെ ദുർബലരായിരിക്കും. അതോടൊപ്പം തന്നെ വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങൾക്ക് പിടിപെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ രോഗമേതാ? വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെടുമത്രേ. എന്താ വഹിൻ എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പേടിക്കാൻ പറഞ്ഞ രോഗം ക്യാൻസർ അല്ല. ക്യാൻസറും ബ്രെയിൻ ട്യൂമറുമോ എയ്ഡ്സോ എബോളയോ അല്ല. അല്ലാഹുവിന്റെ റസൂൽ എയ്ഡ്സ് വന്നവരുണ്ട്, എബോള വന്നവരുണ്ട്, ക്യാൻസർ വന്നവരുണ്ട്, ട്യൂമർ വന്നവരുണ്ട്. ആ രോഗമൊക്കെ വന്നാൽ ഒരു മുത്തക്കിയായ മനുഷ്യന് ക്യാൻസർ കൊണ്ട് പരീക്ഷിച്ചാൽ അതിലെങ്ങാനും അവൻ മരിച്ചു പോയാൽ അല്ലാഹുവിന് നാളെ സ്വർഗത്തിൽ അതിനേക്കാൾ വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തോടും അവരെ ബാധിച്ചാൽ ഗുരുതരമാകുന്ന ഒരു രോഗം ആ കാലഘട്ടത്തിൽ അവർക്ക് വഹിൻ എന്ന മാരകമായ രോഗം ബാധിച്ചിട്ടുണ്ടാവും. ആ മാരകമായ രോഗത്തിന് സമൂഹം അടിപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ രോഗത്തിൽ നിന്ന് കാക്കട്ടെ. ആമയെ പറയാം, ഒരു വർത്താനം പറയാനുള്ള സമയമില്ല, ഉള്ള സമയത്തും അത് പറയാം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ പോണത്. 10:30 തീരണ ഈ സദസ്. അപ്പൊ ഉള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗം അന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അൽ വഹിനു. വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗമാണ്. ഇതാണ് ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വേറെ വെല്ലുവിളിയൊന്നുമില്ല. വേറെ ഇറാഖോ സിറിയയോ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് ഇമാം മഹദിക്കുള്ള വഴിതെളിയാണ്. അവിടെ നമുക്ക് ആശങ്കയില്ല. നിങ്ങൾ ആരും വിചാരിക്കേണ്ട സിറിയ, അഫ്ഗാൻ, ചെച്നിയ, ബോസ്നിയ, ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല. ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന് മുമ്പ് പറഞ്ഞ അടയാളങ്ങളിലേക്ക് ലോകം നടന്നു പോവുകയാണ്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ചർച്ച ചെയ്യണ്ട.
ഏതാണ് മാരകമായ രോഗം? ക്യാൻസറോ, ബ്രെയിൻ ട്യൂമറോ, എയ്ഡ്സോ, എബോളയോ? ഇതൊന്നും പ്രശ്നമല്ല. അത് അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് വരും. കാരണം ദുനിയാവിൽ അത് ആർക്കും വരാം. അള്ളാഹു അവനാണ് ഷാഫി, അവനാണ് കാഫി, അവനാണ് മുആഫി. അത് ഉദ്ദേശിക്കുന്നവർക്ക് ശിഫയാവാം. അള്ളാഹു നമ്മുടെ എല്ലാ രോഗികളുടെയും രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമുക്കെല്ലാവരുടെയും എല്ലാ മാരകമായ രോഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫയാക്കി തരുമാറാകട്ടെ. അങ്ങനെ ആമീൻ പറ. ഉടമയോട് അടിമ ചോദിക്കുമ്പോ വേണോന്ന് പറഞ്ഞ് ചോദിക്കണം. ഇതൊരു ആമീൻ പറ. ആമീൻ വേണേത്താ, അത് പറ്റില്ല. നമ്മൾ ഉടമയോടാണ് ചോദിക്കുക, നമ്മൾ അടിമയാണ്. അപ്പൊ അടിമകൾ ഉടമയോട് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് നന്നായിട്ട് ചോദിക്കണം. ഒരാമീൻ പറ. ആമീൻ. അള്ളാഹു നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ, നിനക്ക് സൗകര്യം ഉണ്ടെത്താ, അങ്ങനെ ചോദിച്ചാൽ കിട്ടുമോ? ആമീൻ. പടച്ചവനെ തരണം, തന്നാലല്ലാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല അള്ളാഹുവേ. ആ രീതിയിൽ ചോദിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസി ദുആ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ? രണ്ട് രീതിയിൽ. ഒന്ന്, അള്ളാഹിനോട് ചോദിക്കണം, എന്നിട്ട് അവനോട് പറയണം, അള്ളാഹുവേ നീ തന്നാലല്ലാതെ ഞാൻ തിരിച്ചു പോകില്ല. രണ്ട്, കരയണം. കരഞ്ഞോണ്ട് ചോദിക്കണം. കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വന്നില്ല, അപ്പൊ കരയുന്നത് പോലെ അഭിനയിക്കണം. നമുക്കതൊക്കെ പരിഹാസമാണ്. ഇപ്പൊ പള്ളിക്കലെ ഖത്തീബ് 27 അവന് ദുആ ചെയ്തപ്പോ കരഞ്ഞു. കരയണ പോലെ അഭിനയിച്ചു. അപ്പൊ അടുത്തിരിക്കണമെന്ന് തോന്നുന്നു. കണ്ടോളൂ, പെരുന്നാളിന് പിരിച്ചുവിടാതിരിക്കാനുള്ള തന്ത്രമാണ്. നമ്മൾ വിചാരിക്കണം അങ്ങനെയാണ്. അങ്ങനെയല്ല. കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ ചൂട്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫെബ്രുവരി ആയപ്പോഴേ ഇത്രയും ചൂട്. അപ്പോൾ മാർച്ച് ഏപ്രിൽ ആവുമ്പോൾ കഴിഞ്ഞ 100 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വരൾച്ചയിലേക്കാണ് കേരളം പോകുന്നത്. ചൂട്ടിച്ചോളി, ഇനി ലോകത്തിന് വലിയ ആയുസ്സൊന്നുമില്ല. ഇതൊക്കെ ഏതാണ്ട് തീരാറായി. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. സസ്യശ്യാമളമായ ഹരിതാപമായ ചാരിയാറും ഭാരതപ്പുഴയും പമ്പയും പെരിയാറും തടംതല്ലിയാ തുടങ്ങിയ എന്നും ഫലഭൂയിഷ്ടമായിരുന്ന വൃഷ്ടിപ്രദേശങ്ങൾ ഏറെയുള്ള കേരളം വരൾച്ചയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പെരിയാറും പമ്പയാറും ഭാരതപ്പുഴയൊക്കെ വറ്റി. അള്ളാഹു നമ്മളെ എല്ലാ രീതിയിലും വരുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ദുആ ചെയ്യേണ്ട രോഗമേല അള്ളാഹുവേ വഹിൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു രോഗമാണ്. എന്താണ് വഹിൻ? ആ രണ്ട് രോഗത്തിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. മതി, ഇവിടെ ഒന്നല്ല, ലേലം വിളിക്കാനല്ല, എനിക്ക് ഉപയോഗിക്കാനാ വിചാരിച്ചത്. എന്താണ് വഹിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിൻ എന്ന രോഗം വന്നാൽ അതിന് 2 രോഗലക്ഷണമുണ്ട്. ആ 2 ലക്ഷണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് മാറിയാലല്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ ഈ ബുദ്ധിമുട്ട് മാറില്ല. അത് മാറണം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നിന്ന്. അല്ല, നമ്മൾ മുഖം നന്നാവാത്തതിനെ കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം മുഖമാണ് നന്നാക്കണം. മുഖം നന്നാവാത്തതിനെ കണ്ണാടി മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്റെ മുഖം നന്നായില്ല, കണ്ണാടി ഈ കണ്ണാടി മോശമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ നമ്മുടെ തെറ്റെല്ലാം അംഗീകരിക്കേണ്ടത്. ഒരാൾ ആക്സിഡന്റിൽ പെട്ട് വണ്ടി പോയി പോസ്റ്റ് ഇടിച്ചു. അപ്പൊ അയാൾ വന്നിട്ട് എന്റെ പൊന്നുസ്താദെ, രാത്രിയിൽ ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ട് വരുമ്പോ റോഡിന്റെ അരികെ വന്ന പോസ്റ്റ് വന്ന് എന്റെ കാറിൽ ഒരൊറ്റ ഇടി. അവൻ പറയാനായിട്ട് നമ്മൾ വിശ്വസിച്ചു. ഉസ്താദ്, ഞാൻ ഓടിച്ചോണ്ട് പോകുമ്പോൾ റോഡിന്റെ അരികെ പോസ്റ്റ് വന്ന് എന്റെ കാറിൽ ഒരൊറ്റ ഇടിച്ചു. അപ്പോൾ ഇവൻ പോയി പോസ്റ്റ് ഇടിച്ചല്ല. നമ്മളെപ്പോഴും മറ്റൊന്നിനെ കുറ്റം പറഞ്ഞ് അവനവന് ബാധിച്ച ആദർശ പാപ്പരത്തെയും അവനവന് ബാധിച്ച രോഗത്തെയും ചികിത്സിക്കാൻ കഴിയാതെ രോഗം വേറെ എവിടെയാണോ എന്ന് ചിന്തിച്ച് നടക്കാണ് നമ്മൾ. തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞതുപോലെ ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. കേട്ടിട്ടില്ല നിങ്ങള്? എന്താ അതിന്റെ അർത്ഥം? എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം തന്നെ നേരെ പറയാറുണ്ട്. ഞാൻ ഈ കാസർഗോഡ് ജില്ല മംഗലാപുരത്ത് ആരെയും ഫോൺ വിളിച്ചപ്പെട്ട ഞാൻ അൽഹംദുലില്ലാ ഖൈർ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഞാൻ കട്ട് ചെയ്തേക്കും. മനസ്സിലാവില്ല. ഈ ഭാഷ മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാസർഗോഡുകാർ വിളിച്ചാൽ ഒത്തിരിയേറെ സംസാരിക്കില്ല.
മംഗലാപുരം ഭാഗത്തുനിന്ന് വിളിച്ച ഒട്ടും കൂടുതൽ സംസാരിക്കില്ല. അവൻ അൽഹംദുലില്ലാഹ് ഖൈർ ഇൻഷാ അല്ലാഹ് ഏതായാലും ഒരു ദുആ വസിയത ദുആ ചെയ്തേക്കാം. നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഉസ്താദേ ഞാൻ പണ്ട് വീട്ടിൽ വന്നിരുന്ന് ബുക്കാക്കാൻ ഇവിടെ വന്ന് ഇപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദെ ഉസ്താദ് എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ല. ഞാൻ പണ്ട് ഉസ്താദിന്റെ വീട്ടിൽ വന്നിരുന്നു ബുക്കാക്കാൻ. ഞാൻ വന്ന് എൻ്റെ പിള്ളേർക്കുള്ള ബുക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കണ്ട്. പിന്നെ നീ എൻ്റെ വീട്ടിൽ വന്ന് ഉസ്താദിനെ ബാഗ് ബുക്ക് ചെയ്യാൻ വന്നത് പെട്ടെന്ന് മനസ്സിലാവണം. അത് ഓരോ ഭാഷത്തിനാണ്. കാസർഗോഡ് തന്നെ 12 ഭാഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബേരി, തുളു, അങ്ങനെ പല ഭാഷകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാസർഗോഡ് എല്ലാത്തിലും നല്ലതാണ്. നിങ്ങൾക്കെല്ലാം ഭയങ്കര ആവേശം. ആലിമീങ്ങളെ ആദരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ആവേശമാണ്. സയ്യിദന്മാരെ ആദരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ആവേശം ഇവിടെയുള്ള ആളുകളാണ്. അവരവരെ നാട്ടിലെ കാലിമാരെ കുറിച്ച് പറയാൻ അവർക്ക് 1000 നാവാണ്. നമ്മളോടൊന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതേപോലെ പൊള്ളാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് ആവേശം കൂടുതലാണ്. കല്യാണം നടത്തിയാൽ അതിനകത്തൊരു ആവേശം, നബിനത്ത് റാലി നടത്തിയാൽ അതിനകത്തൊരു ആവേശം, പട്ടാള വേഷം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു കാസർഗോഡ് ബൈക്ക് ഒരു നബിദിന റാലി ഞാൻ കണ്ടു. ഫുള്ള് ഹമ്മർ, ബെൻസ്, ഓടി, ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടാക്കിയ വണ്ടിയൊന്നുമില്ല. എല്ലാത്തിലും നമുക്കൊരു എന്താ പറയാ. എന്നിട്ട് അതിന്റെ ഡോറൊക്കെ തുറന്ന് ആ ഡോറിന്റെ മുകളിൽ 2 പേര് കയറിയിരുന്ന് ഒരു അറബി താടിയൊക്കെ വെച്ച് ഒരു കമീസൊക്കെ ഇട്ട് പിന്നെ ഒന്ന് ആട്ടി. ഇതൊക്കെയാണ് നബിദിന റാലി. നബിദിന റാലി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മദ്രസ വിദ്യാർത്ഥികൾ, മഹല്ല് ഭാരവാഹികൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ റോഡിന്റെ സൈഡിലൂടെ ഗതാഗത തടസ്സം ഉണ്ടാക്കാതെ ബുറുദ ഓടി തവസ്സൽനാ ബിസ്മില്ലാ എന്ന് ഓതി അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കേണ്ട ഒരു ആത്മീയ സാന്നിധ്യമാണ്. അതിനെ നമ്മൾ എന്തിനാ വികലമാക്കുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ല? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു വല്ലതും ചെയ്യോ? ഈ കൊലപാതക കേസൊക്കെ നടത്തിയ 13 ജില്ലയിലും കുത്തേറ്റാൻ വരിക. കാസർഗോഡ് മറ്റതും വെടിയേറ്റാൻ വരിക. ഇവിടെ കൊലപാതകങ്ങളൊക്കെ ഉണ്ട്, വെടിയേറ്റു എന്നാണ്. ബാക്കി 13 ജില്ലയിലും കുത്തേറ്റ് മരിച്ചു, അടിയുടെ ഇടിയുടെ ഇടയിൽ മരിച്ചു. ഇവിടെയൊക്കെ മരണം. അടുത്ത സമയത്ത് അതൊരു ചെറുപ്പക്കാരൻ പോക്കെടുത്ത് വെടിവെച്ചു എന്ന് കേട്ടു വാർത്തയിൽ. വെടികൊണ്ട് മരിച്ചു എന്നാണ്. അത് വലിയ പേടിയാണ് ഇവിടെ പറയാൻ. എന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പേടിയില്ല പറയാൻ. അള്ളാഹു നമുക്കിത് നമ്മുടെ ദീനിന്റെ കാര്യമാണ്. എന്തിനാണ് കേട്ടിട്ട് മാറ്റേണ്ടാവണം? നമുക്ക് നാളെ മുഅ്മിനായി മരിക്കണം, നല്ലവരായി ജീവിക്കണം. അല്ലാതെ ഒരു വിമർശനമൊന്നും അല്ല. ഒരു ഉസ്താദന്മാരോ ആരും വെള്ളിയാഴ്ച പള്ളിയിൽ പറയുന്നത് ഇതൊന്നും വിമർശനമല്ല. നന്നായി ആത്മീയമായ ഒരു ഔന്നത്യം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ പറയുന്നതാണ്. അള്ളാഹു നമ്മളെ ഈ രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് വരുന്ന ഇസ്ലാമിക സമൂഹത്തിൽ ബാധിക്കുന്ന ഏറ്റവും വലിയ ദുർബലതയെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വഹിൻ എന്ന് പറയുന്ന മാരകമായ രോഗം നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ടാവാം. സഹാബത്ത് ചോദിച്ചു, നബിയേ മൽ വഹിനു യാ റസൂലല്ലാഹ്, മൽ വഹിനു യാ റസൂലല്ലാഹ്. വഹിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ അപഗ്രഥിക്കുന്ന വഹിൻ എന്ന് പറയുന്ന മാരക രോഗമാണ് എന്താണെന്ന് ചോദിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി സദസ്സിനോട് ഞാൻ പങ്കുവെക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹിൻ എന്ന് പറഞ്ഞാൽ ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ഒന്നീ ദുനിയാവിനോടുള്ള അതിരറ്റ ഭ്രമമാണ്, ഈ ദുനിയാവിനോടുള്ള അതിരറ്റ അത്യാഗ്രഹമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഭൗതികമായ ലോകത്തിനോടുള്ള അത്യാഗ്രഹം ആസക്തിയും വർദ്ധിച്ചു വന്നാൽ, എന്നാൽ ഈ ദുനിയാവേദ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും നശ്വരമാണെന്ന് പറഞ്ഞ ഏത് സമയത്തും അവസാന
അവസാനിക്കുമെന്ന് പറഞ്ഞു പോയ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിസ്സാരമായി പറഞ്ഞു പോയ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ദുനിയാവിനോടുള്ള അതിരട്ട ആഡംബര ഭ്രമം ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കിയാൽ കാസർഗോഡ് ചെറുപ്പക്കാരാ, ഈ അതിരട്ട ആഡംബരത്തോടുള്ള ഭ്രമമല്ലോ, മറ്റൊരുത്തന്റെ മുമ്പിൽ വലുതാകാനുള്ള ആഗ്രഹമല്ലോ നമ്മുടെ ഹൃദയത്തെ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദുനിയാവാരാ മരുഭൂമിയിലൂടെ, മദീനത്തിന്റെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ചത്തുപിടിച്ചു നാറിക്കിടക്കുന്നൊരു നായുടെ ശവശരീരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ ആരാണ് ഒരു ദീനാർ വന്നിട്ട് ഈ പുറത്തു കിടക്കുന്ന നായുടെ ശവശരീരം വാങ്ങിക്കുക? അതിന്റെ ദുർഗന്ധമേറ്റു നാസാരന്ധങ്ങളിലേക്ക് ആ പുടുപുടുത്ത ശരീരത്തിന്റെ ദുർഗന്ധം വന്നപ്പോ മൂക്കുപൊത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച മറുപടിയായി സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ജീവനുള്ളപ്പോൾ പോലും ഒരു ദീനാർ വന്ന് ഞങ്ങളിത് വാങ്ങിക്കില്ല, പിന്നെ ചത്തുപുറത്ത് നാറിക്കിടക്കുന്ന ഈ നായ ആരാണ് വില കൊടുത്ത് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവരുടെ ഭൗതിക പ്രേമത്തിനോടുള്ള ആഗ്രഹത്തിന് വിരാമമിടാണ് ഒരു ഫിലോസഫറെ പോലെ, ഒരു ചിന്തകനെ പോലെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സഹാബാ എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദുനിയാവ് ഇതിനേക്കാൾ ദുർഗന്ധമേറിയതാണ്. നിങ്ങൾ പൈസ കൊടുത്തു വാങ്ങുന്ന ഏതൊക്കെ വേണ്ടി ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നുവോ ആ ദുനിയാവ് ഇതിനേക്കാൾ അധപ്പതിച്ചതും ദുർഗന്ധമേറിയതുമാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തന്ന വിവരണം ഏതെന്നറിയോ? ഇന്ന ദുനിയാ ഹുലത്തുന ഹലറാ, ഈ ദുനിയാവ് പച്ചപിടിച്ച് സസ്യശ്യാമളമായി നിൽക്കുന്ന, കാണുന്ന ആരുടെയും മനസ്സിന് മനോഹരമായി തോന്നുന്നൊരു പദാർത്ഥമാണ് ദുനിയാവ്. ആ ദുനിയാവിൽ നിന്ന് അല്പമെങ്ങാനും അല്ലാഹു നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, സമ്പത്തായി പണമായി മക്കളായി ആ ദുനിയാവിന്റെ ഏറെക്കാലം കാലങ്ങൾ നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ ദുനിയാവ് അല്ലാഹു നിങ്ങളുടെ കൈവെള്ളയിൽ തന്നേക്കാ. എന്തിനാ പടച്ചറപ്പ് പണം തന്നത്? എന്തിനാണ് പടച്ചറപ്പ് അധികാരം തന്നത്? എന്തിനാണ് പടച്ചറപ്പ് ദുനിയാവിന് പ്രതാപം തന്നത്? സമയം പരിമിതമായതുകൊണ്ട് അടുത്ത ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ദുനിയാവുമായി ബന്ധപ്പെട്ട് ഈ ഒരേ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഈ ദുനിയാവിൽ എന്തെങ്കിലും അല്ലാഹു എന്റെ നിങ്ങളെ കൈവന്നിട്ടുണ്ടെങ്കിൽ ആ ദുനിയാവ് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പടച്ചറപ്പ് നോക്കുകയാ. അല്ലാഹു നിരീക്ഷിക്കാൻ വേണ്ടിയാണ് തന്നത്. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരാൾ നമ്മുടെ കയ്യിൽ സാധനം തന്നിട്ട്, അതല്ലെങ്കിൽ നമ്മൾ കടയിലോട്ട് കയറുമ്പോ CCTVയുടെ ക്യാമറ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ ഈ ദുനിയാവ് നമ്മുടെ കൈവെള്ളയിൽ തന്നിട്ട് പടച്ചറപ്പ് നമ്മളെ നിരീക്ഷിക്കുകയാ. ഇന്ന റബ്ബക അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാ നമ്മൾ. ഈ ബോധം ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. സൗന്ദര്യം ദുനിയാവിൽ അല്ലാഹു തരുന്നത്. ആ സൗന്ദര്യം വന്നിട്ട് ചെറുപ്പക്കാരെ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ, പെങ്ങളെ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. ആ സൗന്ദര്യം കൊണ്ട് നീ ഒരു പുരുഷനെ വഴിപഠിപ്പിക്കുന്നുവോ? ആ സൗന്ദര്യത്തെ നീ മറച്ചു നടക്കുന്നുവോ? ആ സൗന്ദര്യത്തെ നീ അല്ലാഹു പറഞ്ഞവരുടെ മുമ്പിലല്ലാതെ വെളിവാക്കുന്നു. ആ സൗന്ദര്യം കൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരനെ വഴിപഠിപ്പിക്കുന്നുവോ? മറ്റൊരു പെണ്ണിനെ വഴിപഠിപ്പിക്കുന്നുവോ? സൗന്ദര്യമെന്ന ദുനിയാവ് തന്നിട്ട് റബ്ബ് നമ്മളെ നിരീക്ഷിക്കുകയാ. പണം അല്ലാഹു നമുക്ക് ദുനിയാവിൽ തന്നൊരു ആഡംബരമാണ്. അത് തന്നിട്ട് അല്ലാഹു നമ്മളെ നിരീക്ഷിക്കുകയാ. ആ പണം കണ്ടവൻ ഹറാമ് ചെയ്യുന്നുവോ? ആ പണം കണ്ടവൻ ഗാനമേള നടത്തുന്നുവോ? ആ പണം കണ്ടവൻ സിനിമ കാണുന്നുവോ? ആ പണം കണ്ടവൻ ആഡംബരം കാണിക്കുന്നുവോ? അതല്ല പണം അവൻ പാവപ്പെട്ടവർക്കും അഗതികൾക്കും അനാഥകൾക്കും നിരാശ്രയർക്കും നിദ്രാവിഹീനർക്കും അവൻ സദഖ ചെയ്യുന്നുവോ? അവൻ നാട്ടിലെ പിള്ളക്ക് സദഖ ചെയ്യുന്നുവോ? അത് കൊടുത്തത് ഞാനല്ലോ. അല്ലാഹു നിരീക്ഷിക്കാൻ വേണ്ടിയാണ് പണം നമ്മുടെ കയ്യിൽ തന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
അലൈഹി വസല്ലമ. അതുകൊണ്ട് വഹൻ എന്ന രോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണം ദുനിയാവിനോടുള്ള അതിരട്ട ഭ്രമമാ. അതുമായി ബന്ധപ്പെട്ട ഒറ്റ ഹദീസ് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സമയം പരിമിതമാണല്ലോ സഹോദരങ്ങളോ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അതുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോ രണ്ട് കാര്യത്തെ ശ്രദ്ധിക്കണേ. ദുനിയാവിൽ ജീവിക്കുമ്പോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തേത് ഇത്തഖു ദുനിയാ, ദുനിയാവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകൊള്ളുക. ദുനിയാവ് ഏറ്റവും പ്രശ്നമാണ്. ഈ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വാശിഖുഹാ അദല്ലു മിനൽ ഖലീലി. ഈ ദുനിയാവ് ചലന്തിയുടെ വല പോലെയാ. ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന എത്രയോ കോടീശ്വരന്മാരെ എനിക്ക് നേരിട്ടറിയാ. 10,000 രൂപ എടുക്കാനില്ല സഹോദരാ. റബ്ബ് തരുന്നതാണ് ദുനിയാവ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. ഈ ചള്ളടക്കയിൽ തീയതി പെട്ടെന്നൊന്ന് മാറ്റിവിട്ടും ഈ വിനീതന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോ വല്ലപ്പോഴും വന്നിട്ട് നിങ്ങളെ വിമർശിക്കുകയാണെന്ന് കരുതരുത്, എന്നാലും നിങ്ങളെ പഠിപ്പിക്കുകയാണെന്ന് കരുതരുത്. ധാരാളം സയ്യിദന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ധാരാളം സയ്യിദന്മാരും ധാരാളം ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനനായ സയ്യിദവറുകളുണ്ട്, സംയുക്ത നായിബ് ഖാദി അബ്ദുൽ മജീദ് ബാക്കവിയെ പോലെ പാണ്ഡിത്യത്തിന്റെ കരിമ അവകാശപ്പെടാൻ കഴിയുന്ന പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. അവരോടൊന്നും ഞാൻ പാണ്ഡിത്യം പറയുകയല്ല, അവരോടൊന്നും ഞാൻ ഒരു വിമർശനത്തിന്റെ പാണ്ഡിത്യത്തിന്റെ കരിമ പറയല്ല. കാരണം പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല, ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല, ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല, പ്രണയം പറയാ ഞാനൊരാശിക്കല്ല, വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല, പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. പിന്നെ ഞാനാരാവ ചുതിലീബി അഫ്രിക്ക ഹാനൽ ഫകീറു. അറിവിന്റെ ബാലാരിപ്പതകളുടെ ഇടയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് അവസാനം വരെ പടച്ചറപ്പിന്റെ ദീൻ പറയാൻ അവരോട് നിയോഗം പറയുമ്പോ അത് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട വഴിയിൽ ചെലവഴിക്കാൻ ആഗ്രഹിച്ചു നാടാന്തരത്തിലൂടെ നടന്നൊരു പാവപ്പെട്ട നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. കബീർ ബാക്കവിയുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവാ, പക്ഷേ ഹൃദയത്തിന് എപ്പോഴും സ്നേഹമേ ഉള്ളൂ. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമയത്തും പ്രത്യേകിച്ച് കാസർഗോഡ് ജീവനതുല്യ സ്നേഹിക്കുന്ന ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി വീട്ടിൽ വന്ന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞ അടുത്ത വർഷമെങ്കിലും തരണേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തിരിച്ചു പോകുന്നവർ. കഴിഞ്ഞ ആഴ്ച ഞാൻ കോളേജിൽ രാവിലെ ചെല്ലുമ്പോ കണ്ണൂർ വകൽ കഴിഞ്ഞ് കോളേജിലെത്തുമ്പോ സുബഹിയുടെ ബാങ്ക് വിളിച്ചു നോക്കുമ്പോ കോളേജിന്റെ വരാന്തയിൽ ഒരു ചെറിയ പായ വിളിച്ചിട്ട് 3-4 പേര് കോളേജിന്റെ വരാന്തയിൽ കിടക്കുന്നു. അത്ഭുതത്തോടെ നോക്കുമ്പോ മംഗലാപുരത്തുനിന്ന് ഡേറ്റിന് വന്നതാണ്. വരുമ്പോൾ ട്രെയിനിൽ പായി ചൂട്ട് വെച്ചിട്ടുണ്ട്. കോളേജിൽ വന്ന് തുറക്കാത്ത സഹോദരങ്ങൾ ആ കോളേജിന്റെ മുറ്റത്തിങ്ങനെ വരാന്തയിൽ പായിട്ടിട്ട് കിടന്നിറങ്ങാ. എങ്ങനെയാണ് അവർ എഴുന്നേറ്റിട്ടൊരു ഡേറ്റ് തീർക്കുമ്പോ ഇല്ലാന്ന് പറയുന്നറിയാ? സ്നേഹത്തിന്റെ സമ്മൽ മുഹൂർത്തങ്ങളാ, സ്നേഹത്തിന്റെ സ്വരൂപമായ കാസർഗോഡുകാരാ. ദുനിയാവുമായി ബന്ധപ്പെട്ട് ഒറ്റായത്ത് നീ എപ്പോഴും മനസ്സിലോർക്കണേ. കുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്, രാജാതിരാജനായ റബ്ബേ, ചോദിച്ചാലും അലോസരമില്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, ലക്ഷോപലക്ഷങ്ങൾക്ക് വാരിക്കോരി കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ, ആകാശഭൂമികളെ ചൂഴ്ന്നു നിൽക്കുന്ന അനേകായിരങ്ങൾക്ക് അന്നം നൽകുന്ന അന്നദാതാവേ, പടച്ചവനെ, ലക്ഷോപലക്ഷങ്ങളെ പക്ഷമില്ലാതെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന രക്ഷിതാവേദന്റെ കരുണാ കടാക്ഷത്തിന് അക്ഷയക്കരയിൽ നിന്ന് ഈ ഭിക്ഷാന്തയില് നിന്നോട് കൈനീട്ടി ചോദിക്കുമ്പോ ചോദിച്ചവനെല്ലാം നിറച്ചു കൊടുത്ത ആഗ്രഹിക്കുന്ന നീ
പ്രതാപവും അധികാരവും പണവും വാരിക്കോരി കൊടുക്കും. അല്ലാഹുവേ, നീയാണ് ഒരാൾക്ക് പണം കൊടുക്കുന്നവന്. ഏത് സമയത്ത് നീ ആഗ്രഹിക്കുന്നുവോ, നീ തീരുമാനിക്കുന്ന സമയത്ത് കൊടുത്തവന്റെ കയ്യിൽ നിന്ന് കൊടുത്തതുപോലെ തിരിച്ചെടുത്തുണ്ട് വേറൊരുത്തിന് കൊടുക്കുന്ന ഖജനാവും നിന്റേതാണല്ലാഹുവേ. ആഗ്രഹിക്കുന്ന സമയത്ത് പുറത്തിറപ്പ് തരും. നാളെ ഒരു ദിവസം അല്ലാഹു അതെങ്ങാനും തിരിച്ചെടുത്ത അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പണ്ട് മുതലേ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പണ്ട് മുതലേ തലപൊക്കി ജീവിച്ചിട്ട് അവസാനം എങ്ങാനും മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വന്നാൽ നമ്മളൊക്കെ അഭിമാനത്തോടെ ജീവിച്ചിട്ട് നാളെ നമ്മുടെ മക്കൾ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബി തങ്ങൾ പോലും എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജ്അതി നിഅമതിക. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾ പെട്ടെന്നൊരു ദിവസം തിരിച്ചെടുക്കുന്നതിൽ നിന്ന് ഈ മുഹമ്മദ് നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ സമയത്ത് തരുന്നതിന്റെ പേരിൽ അഹങ്കാരം കാണിക്കരുത്, അതിന്റെ പേരിൽ ആഡംബരം കാണിക്കരുത്. പടച്ചറപ്പ് തന്നത് അവൻ ഇഷ്ടപ്പെട്ടതുപോലെ ചെലവഴിക്കണേ. ഒരു സമയത്ത് അവൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതാപവും പ്രശസ്തിയും കൊടുക്കും. അതേപോലെ അവനുദ്ദേശിക്കുന്നവരിൽ നിന്നത് ഊരിയെടുക്കുകയും ചെയ്യും. എത്ര ആളുകളാ പടച്ചവനെ. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തുദില്ലനാ വലാ തഫ്ളഹ്നാ ബൈന റൂസിൽ ഖലായിദ് ലാ ഫി ദുനിയാ വലാ ഫിൽ ആഖിറ. പടച്ചവനെ, ദുനിയാവിലോ ആഖിറത്തിലോ മറ്റൊരാളുടെ മുമ്പിൽ ഞങ്ങളെ നിന്ദിലയിലാക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് ഈ ദുനിയാവിനോടുള്ള പ്രേമത്തിന്റെ ഇടയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ദുനിയാവിനെയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലീന് അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യവും അനുഗ്രഹവും നിലനിൽക്കാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ആദ്യം സൂക്ഷിക്കേണ്ട ദുനിയാവിനെ തന്നെയാണ്. ദുനിയാവ് നിഴല് പോലെയാണ്. ദുനിയാവ് നിഴലാ തേടിയാൽ ഓടുന്നതാ. ദുനിയാവ് നീങ്ങിപ്പോകുന്നൊരു നിഴലാണ്. നിഴലിനെ പിടിക്കാൻ അങ്ങോട്ട് പോയാൽ നിഴൽ ഒരിക്കലും പിടുത്തം തരൂല്ല. എന്നാൽ ഇത് പോട്ടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നാലും നിഴൽ നമ്മുടെ കൂടെ വരും. അതാണ് ദുനിയാവ്. ഇതിനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇത് കൈ കിട്ടൂല. എന്നാൽ ഇത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടാലോ നേരെ നമ്മുടെ കൂടെ വരും. മഹാനായ ഷെയ്ഖിന്റെ അടുക്കൽ ശിഷ്യം വന്നു, ഒരു ഹദിയ കൊണ്ടുപോയി കൊടുത്തു. ഷെയ്ഖ് വാങ്ങിച്ചില്ല. ഷെയ്ഖ് ആട്ടി ഓടിച്ചു. ഒരു ഹദിയ പൈസ കൊണ്ട് കൊടുത്ത് ആട്ടി ഓടിച്ചു. ഷെയ്ഖ്, എനിക്ക് വേണ്ട, ദുനിയാവ് വേണ്ട. അവർ ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന ആട്ടി ഓടിച്ചു. ശിഷ്യന് മനസ്സ് വരാതെ ഇറങ്ങിപ്പോയപ്പോ ഷെയ്ഖ് തറസോട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോയപ്പോ ഷെയ്ഖിന്റെ ഷൂ അവിടെ അടുപ്പുണ്ട്. അപ്പൊ ഷൂവിന്റെ അകത്ത് ഈ പൈസ വെച്ചിട്ട് ശിഷ്യൻ പോയി. മഹാനായ ഷെയ്ഖ് ദറസൊക്കെ തീർന്നു. ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി വന്ന് നോക്കി, ചെരുപ്പ് കാലിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയപ്പോ ഷൂവിന്റെ അടുക്കൽ പൈസ ഇരിക്കും. അദ്ദേഹം എന്ത് ചെയ്തല്ലോ, ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് കണ്ടോ, ഇതാണ് ദുനിയാവ്. വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അതിനെ ആട്ടി പിടിച്ചപ്പോൾ അതിന്റെ കാലിന്റെ അടിയിൽ നടക്കും. ഇതാണ് ഷെയ്ഖന്മാർ പഠിപ്പിക്കുന്ന പാഠം. നല്ല ഷെയ്ഖന്മാർ കിട്ടണം നല്ലതായിരിക്കണം. മോശമാണെങ്കിൽ ചിലപ്പോൾ ദുനിയാവില്ല, ആഖിറ ഉണ്ടാവില്ല. മലപ്പുറം ജില്ലയിൽ ഒരു ഷെയ്ഖുണ്ട്, മൂപ്പരാൻ നിസ്കാരം ഇല്ലത്ര. പുള്ളി ബയ്യത്ത് ചെയ്യുന്നവർക്ക് നിസ്കാരമില്ല. ഏതൊക്കെ ഹലാക്കിന്റെ ഷെയ്ഖന്മാരും തരീക്കത്തുകളും ഉണ്ടാവും.
അതുകൊണ്ട് അതൊക്കെ നല്ല ബുദ്ധിയോടുകൂടി നമ്മുടെ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അറിയാതെയൊക്കെ പെട്ടുപോയാലും ആളുകളോട് അലിമ്യങ്ങളോട് വന്ന് ചോദിക്കണം, ഉസ്താദ് ഈ തരീഖത്ത് ഏതാണ്? ഇന്ന് ലോകത്ത് മുഴുവനും കുമിഞ്ഞു പൊന്തുകയാണ്. അതിനകത്ത് ബയ്യത്തീത കുഴപ്പമുണ്ടോ? ഇത് സമസ്ത അംഗീകരിച്ചതാണോ? അഹ്ലുസുന്നത്ത് അംഗീകരിച്ചതാണോ? മലപ്പുറം ജില്ലയിൽ ഒരു തരീഖത്തുണ്ട്, ഭയങ്കര തിരക്കാണ്, ചെറുപ്പക്കാരാണ് കൂടുതൽ, നിസ്കാരം ഇല്ലത്ര. ഷെയ്ഖിന്റെ വാദം നിസ്കരിക്കണ്ട, നിസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ എന്നെ ഓർക്കണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ബാങ്ക് വിളിക്കണ സമയത്ത് മെല്ലെ നിന്നിട്ട് അള്ളാനെ ഓർത്താൽ മതി, ഒരു 5 മിനിറ്റ്. അപ്പൊ വണ്ടി പോവാണ്, പള്ളിയിൽ ബാങ്ക് വിളിച്ചു, അപ്പൊ ഒന്ന് ഓർത്താൽ മതി, അല്ലാഹ് പടച്ചനെ ബാങ്ക് വിളിച്ചു, തീർന്നു.